നമസ്കാരം പ്രശാന്ത് സാർ. സുഡാപ്പികൾക്ക് ഇനി ഗൾഫിലും രക്ഷയില്ലാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. SDPA ബന്ധം ആരംഭിച്ച് ഖത്തർ, സൗദി എന്നീ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കയറ്റിവിടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്താണ് സാർ? ഇപ്പം ഖത്തർ, UAE അല്ലെങ്കിൽ സൗദി എന്നീ രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ 3 മാസമായിട്ട് ഏതാണ്ട് 127 പേരെ ഡൽഹിയിലേക്ക് കടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീണ്ടും അതുകൂടാതെ 150 പേരെ ഇനിയും കയറ്റി വിടാൻ പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടും വരുന്നുണ്ട്. അതായത് SDPI ബന്ധം, അതായത് ഇപ്പൊ ഫൈസിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദേശീയ പ്രസിഡന്റ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ബന്ധം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് അടുത്ത ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നാണ് വിചാരിച്ചത്. കഴിഞ്ഞ PFI നിരോധനത്തിന് ശേഷം 13,000 അക്കൗണ്ടുകൾ ഗൾഫിലുള്ളതിനകത്ത് 10,000 കേരളത്തിൽ നിന്നുള്ള കാര്യം നമ്മൾ പലവട്ടം പല മാധ്യമങ്ങളിൽ കൂടി റിപ്പോർട്ട് ചെയ്തതാണ്. അതിനകത്ത് തിരിച്ചു വന്നവരെ അല്ലെങ്കിൽ പിടിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് EDയും NIA ഒക്കെ മാറുന്ന രീതിയുണ്ട്. ഒരാൾ വന്നു, അയാളെ പിടിച്ചായിരുന്നു, പക്ഷേ കേരളക്കാരനല്ലായിരുന്നു. അപ്പം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം PFIക്കാരനെ സഹായിച്ചു, അറിഞ്ഞോ അറിയാതെയും സഹായിച്ചു, ചിലർക്ക് അറിയാതെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ സഹായങ്ങളൊക്കെ അവർ മേടിച്ചിട്ടുള്ളത് ചില ആതുര സേവന കേന്ദ്രങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന NGOസിന് വേണ്ടിയും ഒക്കെയാണ്. പക്ഷെ അതിനുശേഷം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെയും നിരീക്ഷണം. നമ്മൾ ഗൾഫിലൊക്കെ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ കൃത്യമായ ഒരു റെക്കോർഡുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള ആൾക്കാരെ പോലും നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഈ പറയുന്ന സംവിധാനമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഗൾഫിലുള്ളവർ അല്ലെങ്കിൽ അത്തരം അവർ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. 150 കോടി ജനത്തിനകത്ത് എത്ര കാണും? ഇത്ര ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടിക്കകത്തുള്ള ആൾക്കാരല്ലേ കാണത്തുള്ളൂ ഗൾഫിൽ. അപ്പൊ അവിടെ ഈ പറയുന്ന അവരെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചപ്പോൾ ആ നിരീക്ഷണത്തിനകത്ത് ഈ ഫൈസി എന്ന് പറയുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം PFIക്കാരെ ജാമ്യത്തിൽ ഇറക്കുന്നതിനും അല്ലെങ്കിൽ ഗൾഫിൽ ഈ SDPക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഫൈസി ഉൾപ്പെടെയുള്ള ഉണ്ടാക്കിയിരിക്കുന്ന സായുധ ഈ പറയുന്ന സംഘടനകൾ, NGOs, ആയുധ സംഘടനകളിലെ NGOs പല പേരുകളിൽ കാരുണ്യ അല്ലെങ്കിൽ ഈ പറയുന്ന അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് പിരിക്കുക, അല്ലെങ്കിൽ റംദാന്റെ ഇപ്പൊ പറയുന്ന പുണ്യമാസത്തിൽ ഇവിടുത്തെ പാവത്തങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാന്ന് പറഞ്ഞ് ഫണ്ട് പിരിക്കുക. അത്തരത്തിലുള്ള ഫണ്ടാണ് ഇവിടെ വന്നതെന്ന് ഇപ്പൊ പറയുന്നത്. അല്ലെങ്കിൽ EDയുടെ കണ്ടെത്തൽ ആ തരത്തിൽ ഫണ്ട് പിരിച്ചിട്ട് ഇവിടെ അത് സായുധ പരിശീലനത്തിനും അല്ലെങ്കിൽ ആൾക്കാരെ മറ്റു രീതിയിലേക്ക് മിസ്ഗൈഡ് ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നിരീക്ഷണത്തിനകത്ത് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് ഖത്തർ അല്ലെങ്കിൽ UAE, സൗദി എന്നുള്ള രാജ്യങ്ങൾ കൊടുത്ത് ആ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി അവരുടെ പേരിലുള്ള അലിഗേഷൻ ഇങ്ങനെയാണ്. ഈ തരത്തിൽ ഈ PFI പോലെ നിരോധിച്ച സംഘടനയ്ക്ക് ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി അവർ തയ്യാറായിട്ടുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവരെ കുറ്റവാളികളാണ്. കുറ്റവാളികളെ ഈ രാജ്യങ്ങൾ പരസ്പരമുള്ള നിയമത്തിനനുസൃതമായി തിരിച്ചു തരണമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചു കയറ്റിവിടുന്നത്. ഇപ്പൊ പണ്ടത്തെ കൂട്ടല്ല നമ്മുടെ നരേന്ദ്രമോദി അല്ലെ ഇന്ത്യ മഹാരാജ്യം, ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതിനകത്ത് പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ, ഇവരിപ്പോ ആവേശത്തോടു കൂടി ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ ചില വിവരം കെട്ട ആൾക്കാരുണ്ടല്ലോ, ഈ സുഡാപ്പികൾ ഈ പറയുന്ന ഖത്തർ ആയാലും കൊള്ളാം, UAE കൊള്ളാം, സൗദി ആയാലും കൊള്ളാം, ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമാണ്. അത് പല രീതിയിലുള്ള ബന്ധമാണ്. മാനുഫാക്ചറിങ് അല്ലെങ്കിൽ വ്യവസായ ബന്ധങ്ങൾ, കയറ്റുമതി ഇറക്കുമതി ബന്ധങ്ങൾ, ഇത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ആ ബന്ധത്തിനകത്ത് രാജ്യത്തിനകത്തെ പ്രതിരോധ സംവിധാനം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവിടെ കുറ്റം ചെയ്തിട്ട് ഇന്ത്യയിൽ വന്നാലും അവിടെ നിന്ന് ഇന്ത്യക്കെതിരെ കുറ്റം ചെയ്താലും ഒക്കെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവാളികളെ ബോധ്യപ്പെട്ടാൽ കൈമാറ്റം ചെയ്യുന്നതിനുള്ള കരാറുണ്ട്. അപ്പൊ അത് പറഞ്ഞു വരുന്നത് പണ്ടത്തെ പോലെയല്ല. എവിടെ ഇരുന്നാലും നിരോധിത സംഘടനകൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവരുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിൽക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറായാൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോയി ഇത്തരം സംഘടനകളെ സഹായിക്കുക, അല്ലെങ്കിൽ ആ സംഘടനകൾ സഹായിക്കുന്നതിനും അല്ലെങ്കിൽ ആ സംഘടനകളുടെ ഭാഗമായിട്ട് നിൽക്കുന്നതിനും അതിനുവേണ്ടി പണം പിരിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം അതിനുവേണ്ടി മാറ്റിവെക്കുന്നവർക്കും ഒക്കെ ഇനിയും ഗൾഫിൽ ഈ പറയുന്നത് പോലെ നിന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. അവിടെ നിന്ന് ആ ഗവൺമെന്റ് തന്നെ അവരെ പിടിച്ച് തിരിച്ചയക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പൊ ചെയ്യുന്നത് പറഞ്ഞാൽ 10,000 അക്കൗണ്ടുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉണ്ട്. അവരിപ്പം ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നില്ല. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഭാര്യയും മക്കളെയും ഒക്കെ വരുത്തി കാണുന്ന ഒരവസ്ഥയാണ് നമ്മൾക്ക് പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇങ്ങോട്ട് വന്നാൽ ഇവിടുത്തെ PFIക്കാരൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു തീരുമ്പോൾ, അവർക്ക് ബോധ്യമില്ലാതെ വരുമ്പോൾ, അവരന്വേഷിക്കുമ്പോൾ, തെളിവുകൾ നിരത്തുമ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ ശ്രീഹാർ ജയിൽ നേതാക്കന്മാരുടെ കൂടെ കിടക്കുന്ന ഒരവസ്ഥ
ഉണ്ടാകും എന്ന ഭയമുള്ളവരാണ് തിരിച്ചു വരാത്തത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാകത്തുള്ളൂ. അപ്പം ഇന്ത്യ മഹാരാജ്യത്തിന്റെ നയതന്ത്ര ബന്ധം, അത് ഇവര് ഈ പറയുന്ന വിവരമില്ലാത്ത കുറെ ആൾക്കാർ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ഭീകര സംഘടനകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആൾക്കാരായിട്ട് നിന്നുകൊണ്ട് ഇന്ത്യക്ക് വെളിയിൽ പോയി അതിനുവേണ്ടി പണി ചെയ്യുന്നവർക്ക് അവര് വിചാരിച്ചിരുന്നു അവരുടെ രാജ്യമാണ്, ഇസ്ലാമിക രാജ്യമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു രാജ്യത്തെ നിയമസംഹിതയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അവരൊക്കെ കൂട്ടുനിൽക്കും എന്നുള്ള ധാരണയിൽ അവിടെ പണി ചെയ്യുന്നവർക്ക് ആ ധാരണ തെറ്റായി പോകുന്ന ഒരവസ്ഥയുണ്ട്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഖത്തർ രാജാവ് ഇവിടെ വന്നത്. ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രോക്സി ഗ്രൂപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യം എന്നൊരു ആക്ഷേപം അതിനുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ഹമാസ് അവരുടെയൊക്കെ നേതാക്കന്മാരെ അവിടാണ് താമസിക്കുന്നത്, അവർക്ക് സുഖസൗകര്യം ഒരുക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ആക്ഷേപമുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി അല്ലെ ഖത്തർ അമീർ ഇവിടെ വന്ന് ഇവിടുത്തെ രാജ്യവുമായിട്ട് വളരെ വലിയ വലിപ്പത്തിലുള്ള കരാറുകളൊക്കെ ഒപ്പിട്ട് പോകുമ്പോൾ ഒരു പത്രസമ്മേളനം നടത്തിപ്പോയത് നമ്മൾ കണ്ടതാണ്. കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഭീകര സംഘടനകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇരു രാജ്യങ്ങളും ഒരേ നിലവാരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇരു രാജ്യങ്ങളും യാതൊരു കാരണവശാലും നിന്നു കൊടുക്കുന്ന ഒരവസ്ഥയില്ല. അതായത് ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ അത്തരത്തിൽ ടെററിസം വളരുന്നതിന് അനുവദിക്കുന്ന ഒരു സഹായവും ഖത്തറിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ആക്രമണം അത് ഏത് രാജ്യത്തിന്റെ ആയാലും ഏത് ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ആയാലും അതിനെ സഹായിക്കുകയോ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വേലയുമോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സഹായമോ ഖത്തറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവത്തില്ല എന്ന് ഇരു രാജ്യ തലവന്മാരും പ്രസ്താവന നടത്തി പോകുന്നതാണ് കണ്ടത്. അതായത് ഏറ്റവും ആശ്രയം എന്ന് വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബംഗ്ലാദേശിന് ഉൾപ്പെടെ വാർത്താ മാധ്യമങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഫണ്ട് കൊടുക്കുന്ന, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഫണ്ട് കൊടുത്തിരുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന രാജ്യം പോലും ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധത്തിൽ അതിനൊക്കെ മാറ്റം വരുത്തി ഇന്ത്യയാണെങ്കിൽ അത് ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്, ആ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇന്ത്യയുടെ താല്പര്യത്തിന് അനുസരിച്ച് നിന്നാൽ മാത്രമേ മുമ്പോട്ടുള്ള പോക്കിന് അത് ഖത്തറിനും UAE-ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം രാജ്യങ്ങൾക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും എല്ലാം മുമ്പോട്ടുള്ള അവരുടെയുള്ള എക്കണോമിക്കൽ ഗ്രോത്തിനും അവരുടെ വളർച്ചയ്ക്കും അവരുടെ പുരോഗമനത്തിനും ഒക്കെ സാധ്യമാകും. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ഈ സുഡാപ്പികൾക്ക് അല്ലെങ്കിൽ SDPI ബന്ധമുള്ളവർക്ക് ഗൾഫിൽ ഇരുന്നാലും ഇനി രക്ഷയില്ലാത്ത ഒരവസ്ഥ, അവരെ പിടിച്ച് ഇന്ത്യക്ക് കൊടുത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് തുറുങ്കിലടയ്ക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.